6 മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ കുഞ്ഞു മോനോ മകളോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഡെവലപ്മെൻറ്റ് വൈസ് എന്ന് നോക്കാം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ 4ആയിട്ടാണ് തിരിക്കുന്നത്. 1 അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, 2 അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെൻറ്റ്, 3 ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, 4 സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെൻറ്റ്. ഇത് 4ഉം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച കറക്റ്റാണോ, ആ പ്രായത്തിനനുസരിച്ചുള്ളതാണോ എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ കുഞ്ഞുമക്കളുടെ കഴുത്തൊക്കെ ഉറച്ചിട്ടുണ്ടാവും. കഴുത്തുറച്ച് മക്കൾ കമലാൻ തുടങ്ങിയിട്ടുണ്ടാവും. അവർക്ക് കമന്ന് കഴിയുമ്പോൾ അവരുടെ 2 കൈയിലേക്കും പൂർണ്ണമായിട്ടും ഭാരം കൊടുത്തുകൊണ്ട് നെഞ്ചിന് മുകളിലേക്ക് വരെ, അതായത് വയറിന് മുകളിലേക്കുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് പൊക്കി നിർത്താൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ 2 കൈയിലേക്കും പ്രഷർ കൊടുത്ത് നന്നായി ആഞ്ഞ് മുമ്പോട്ട് നിൽക്കാൻ അവർ ആയിട്ടുണ്ടാവും കമന്ന് കിടക്കുമ്പോൾ. പിന്നെ ഇവർ നമ്മൾ ഇരുത്തുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അവർ ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ കഴുത്തൊക്കെ നേരെ പിടിച്ച് ഇരിക്കാറായിട്ടുണ്ടാവും. ഇനി നമ്മൾ അവരെ ഒന്ന് പതിയെ ഇരുത്തി നോക്കി കഴിയുമ്പോൾ അവർ സിറ്റ് വിത്ത് സപ്പോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അവരുടെ 2 കൈയും മുമ്പിലേക്ക് കുത്തി അവർ മുമ്പോട്ട് ആഞ്ഞ് വീഴാത്ത രീതിയിൽ കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ട്രൈപോഡ് സിറ്റിംഗ് എന്നും പറയും. 2 കൈയും മുന്നോട്ടാഞ്ഞ് അവർ ഇരിക്കുന്നതിന് നമ്മൾ ട്രൈപോഡ് സിറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും 6 മാസം ആകുമ്പോഴേക്കും നമ്മളുടെ മക്കൾ ചെയ്തിട്ടുണ്ടാവുക. അവരുടെ കഴുത്തൊക്കെ ഉറച്ചിട്ടുണ്ടാവും, കമലാൻ പഠിച്ചിട്ടുണ്ടാവും. അവരെ നമ്മൾ ഇരുത്തുമ്പോൾ നേരെ കഴുത്തൊക്കെ നേരെ വെച്ച് ഇരിക്കാൻ, സപ്പോർട്ടോടുകൂടി ഇരിക്കാനുള്ള ഒരു കെൽപ്പ് അവർക്ക് ആയിട്ടുണ്ടാവും.